വയനാടിന് കണ്ണീർ ഞായർ. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് നടത്തിയ ജനകീയ തിരച്ചിലിൽ 3 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പരപ്പൻപാറയിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ ലഭിച്ചത്. ജനകീയ തിരച്ചിൽ എത്രനാൾ തുടരണം എന്നതിൽ തീരുമാനം പിന്നീടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് രാവിലെ 9 മണിക്ക് തിരച്ചിൽ തുടങ്ങി. 100 കണക്കിന് ആളുകളാണ് ജനകീയ തിരച്ചിലിൽ പങ്കാളികളായത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരും അണിനിരന്നു. പരപ്പൻപാറയിൽ നിന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. റിപ്പണിൽ നിന്ന് പോയ സംഘമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. അട്ടമലയിൽ 2 എല്ലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും മനുഷ്യന്റേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. മുട്ടിന്റെ മോഡലായിട്ട് തോന്നുന്നുണ്ട്. ഏതായാലും മൃഗത്തിന്റെ ആണോ മനുഷ്യന്റെ ആണോ എന്നുള്ളത് നമ്മൾ കൈമാറിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. ഒരു കാർട്ടിലേജ് പോലെയാണ് തോന്നുന്നത്. മൃദുവായിട്ടുള്ള അസ്ഥി പോലെയാണ് നമുക്ക് കാഴ്ചയിൽ ദർശിക്കാൻ കഴിയുന്നത്. സൂചിപ്പാറയിൽ എയർ ലിഫ്റ്റിംഗ് വൈകിയതിനാൽ സന്നദ്ധ പ്രവർത്തകർ ശരീരഭാഗങ്ങൾ വനത്തിലൂടെ ചുമന്നുകൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. മഴ പെയ്തിട്ട് കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള ഹെലികോപ്റ്റർ 3 മണി വരെ കാത്തുനിന്ന് എത്തിയില്ല. ഇനി കൂടുതൽ കാത്തുനിന്നിട്ട് ഹെലികോപ്റ്റർ എത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട് രാത്രി ആകുമ്പോൾ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ബോഡി വഹിച്ചിട്ട് ഡേഞ്ചർ സിറ്റുവേഷനിലാണ്. ദുരന്തബാധിതരുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചായിരിക്കും തിരച്ചിലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ക്യാമ്പിൽ നിന്ന് വരുന്നവർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങൾ കുറെ കൂടി നന്നായി പരിശോധിച്ചു വരികയാണ്. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ, അതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. കനത്ത മഴയെ തുടർന്ന് തിരച്ചിൽ ഇന്ന് നേരത്തെ അവസാനിപ്പിച്ചു. നാളെ പുഴയുടെ കൂടുതൽ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തും. ദുരന്ത പശ്ചാത്തലത്തിൽ പഠനം നടത്താൻ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ 5-അംഗ വിദഗ്ധ സംഘം ഈ മാസം 19-ന് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അട്ടമല എന്നീ പ്രദേശങ്ങൾ സന്ദർശിക്കും. 24 വയനാട്.